ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും സ്കൂളിലും കോളേജിലും ഒക്കെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ ഡ്രസ്സൊക്കെ വെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മാച്ചായിട്ട് ഇയറിങ്സും നെക്ക് ചെയിനും ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഗ്ലൂ വെച്ച് ഹാർട്ട് ഷേപ്പിലൊന്ന് വരച്ച് അതിലേക്ക് റെഡ് സ്റ്റോൺ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് കറക്റ്റ് ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ചെയിന് വേണ്ടിയിട്ടുള്ള ലോക്കറ്റാണ്. ഇനി ഇയറിങ്സിന് വേണ്ടിയിട്ട് ഒരു വാക്സ് ഷീറ്റിലേക്ക് ഒരു ഹാർട്ട് ഷേപ്പിനുള്ള പ്ലാസ്റ്റിക് മോഡ് വെച്ചിട്ട് 2 എണ്ണം കറക്റ്റ് ലെവലിന് വരച്ച് ഒരുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ സ്റ്റോൺസും ഒന്ന് കറക്റ്റ് ലെവലിന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന എത്ര പേരുണ്ട്. എനിക്കിഷ്ടം കേട്ടോ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ. എന്നിട്ട് മറ്റുള്ളവർ പറയില്ലേ കൊള്ളാമെന്നൊക്കെ. അപ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാം ഓരോ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഓരോ ഹാർട്ട് ഷേപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടും ഇതുപോലുള്ള നീളത്തിനുള്ള ബീഡ്സ് വെച്ചിട്ട് ഫുള്ളായിട്ട് 3 എണ്ണം വരുന്ന രീതിക്ക് ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഹുക്ക് ഇടുന്ന ഒരു ഹാങ്ങിങ്ങില്ലേ അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഒട്ടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ആ കൊളുത്തില്ലേ ആ കൊളുത്ത് 2 എണ്ണത്തിലുമായിട്ടും ഇട്ട് കൊടുക്കാം. ഇതിൽ ചെയിലിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഗിയർ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കറക്റ്റ് നല്ല ഹാങ് ആയിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ ചെയിനും ഇയറിങ്സും ഇത്രയേ ഉള്ളൂ കേട്ടോ, റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.